ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി PSC ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ കറണ്ട് അഫെയറിന്റെ ഒരു ക്ലാസ് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലെ. അതായത് 10 കറണ്ട് അഫെയർ വെച്ചിട്ട് 30 ദിവസം നമ്മൾ പഠിച്ചാൽ നമുക്ക് എത്ര കറണ്ട് അഫെയർസ് കിട്ടും? 300. നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഏകദേശം നമ്മൾ പ്രതീക്ഷിക്കുന്നത് എത്ര ടൈം നമുക്ക് പഠിക്കാൻ കിട്ടും? 5 മാസം അല്ലെ. അപ്പൊ 300 × 5 എത്രയാണ്? 1500 കറണ്ട് അഫയേഴ്സുകൾ നമുക്ക്. അപ്പൊ 10 × 30 300, 300 × 5 1500. ഈ ഒരു രീതിയിലുള്ള കറണ്ട് അഫെയർ പഠനത്തിലേക്കാണ് നമ്മൾ കടന്നിട്ടുള്ളത്. അപ്പൊ അതിനായിട്ട് ഇന്നത്തെ 10 കറണ്ട് അഫെയറിലേക്ക് നമ്മൾ പോവാണ്. അപ്പൊ എല്ലാവരും റെഡിയാണ്? റെഡി അല്ലേ? ഓക്കെ. അപ്പൊ ആദ്യത്തേലേക്ക് പോവാണ് നമ്മൾ. നോക്കാട്ടാ. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? സ്കൂൾ പാഠപുസ്തകങ്ങളില് ഭരണഘടനയുടെ ആമുഖം, നമ്മുടെ പ്രിയാമ്പിളിലെ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം പഠിച്ചു വെക്കട്ടെ. ആദ്യ സംസ്ഥാനം മറ്റൊന്നുമല്ല, നമ്മുടെ കേരളം തന്നെയാണ്. സ്കൂൾ പാഠപുസ്തകങ്ങളില് ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ കേരളമാണ്. ക്ലിയർ? നെക്സ്റ്റ്, ഇന്ത്യയിൽ പാലിയേറ്റീവ് കെയർ നിയമം ഇന്ത്യയിൽ പാലിയേറ്റീവ് കെയർ നിയമം അല്ലെങ്കിൽ എന്ത് പറയാം? നയം എന്നും പറയാം അല്ലെ. ഇന്ത്യയിൽ പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? അതും നമ്മുടെ കേരളം തന്നെയാണ്. ക്ലിയർ? 2 പഠിച്ചു നമ്മൾ ഇട്ടാ. നോക്കാം. നെക്സ്റ്റ്, ഇന്ത്യയിൽ ആദ്യമായി സോളാർ AC ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം എവിടെയാണ്? കേരളത്തിലെ കണ്ണൂര് എന്ന് പറഞ്ഞ ജില്ലയിലാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് സോളാർ AC ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം. നെക്സ്റ്റ്, 100,000-ന് താഴെ ജനസംഖ്യയുള്ള കേരളത്തിലെ നഗരങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം ഏതാണ്? അത് ആലപ്പുഴയാണ്. ഏതാണ്? ആലപ്പുഴ. ആലപ്പുഴയല്ല, വർക്കല. നമ്മള് ആലപ്പുഴ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു? 100,000-ന് മുകളിൽ ജനസംഖ്യയുള്ള കേരളത്തിലെ നഗരങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം. എന്ത്? 100,000-ന് മുകളിൽ ജനസംഖ്യയുള്ള കേരളത്തിലെ നഗരങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം ആലപ്പുഴ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താണ്? 100,000-ന് താഴെ ജനസംഖ്യയുള്ള കേരളത്തിലെ നഗരങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം അത് വർക്കലയാണ് കേട്ടാ. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. 100,000-ന് മുകളിലാണെങ്കിൽ, മുകളിൽ ജനസംഖ്യയുള്ള കേരളത്തിലെ നഗരങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം ഇന്നലത്തെ കറണ്ട് അഫെയറിൽ നമ്മൾ പഠിച്ചതാണ് ആലപ്പുഴ. ഇന്ന് നമ്മൾ പറയുന്ന 100,000-ന് താഴെ ജനസംഖ്യയുള്ള കേരളത്തിലെ നഗരങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വർക്കലയാണ്. ഓക്കെ. നെക്സ്റ്റ്, കാളി എന്ന കഥാസമാഹാര പുസ്തകം എഴുതിയത് ആരാണ്? അശ്വതി ശ്രീകാന്തിന്റെയാണ് കാളി എന്ന കഥാസമാഹാര പുസ്തകം. കാളി എന്ന കഥാസമാഹാര പുസ്തകം എഴുതിയത് അശ്വതി ശ്രീകാന്ത്. ഓക്കെ. 2023 ഓടക്കുഴൽ അവാർഡ് ജേതാവ്. ഇതൊക്കെ 23 പഠിക്കണം കേട്ടോ. ആരാണ്? N ഗോപികൃഷ്ണൻ. 2023 ഓടക്കുഴൽ അവാർഡ് ജേതാവ് ആരാണ്? N ഗോപികൃഷ്ണൻ. ഓക്കെ. സുഗതകുമാരിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള സിനിമയുടെ പേര് ഇതാ കിടക്കണു. തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ എന്ന സിനിമ സുഗതകുമാരിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങാൻ പോകുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ഓക്കെ. നെക്സ്റ്റ്, സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഏതാണ്? സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സൺ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് S ശ്രീകല. ആരാണ്? S ശ്രീകല. ക്ലിയർ ആയല്ലോ? S ശ്രീകലേനെയാണ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സൺ ആയി തിരഞ്ഞെടുത്തത്. വണ്ടർലാൻഡ് ഓഫ് വേർഡ്സ് എന്താണ്? വണ്ടർലാൻഡ് ഓഫ് വേർഡ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ശശി തരൂരാണ്. ഓക്കെ. ശശി തരൂര്. വണ്ടർലാൻഡ് ഓഫ് വേർഡ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ശശി തരൂര്. സംസ്ഥാന സർക്കാരിന്റെ OTT പ്ലാറ്റ്ഫോം, നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ OTT പ്ലാറ്റ്ഫോം ആണ് സി സ്പേസ്. ഓക്കെ. അപ്പൊ ഇത്രയും 10 എണ്ണാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. 1, സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം തന്നെ.
ഇന്ത്യയിൽ ആദ്യമായി സോളാർ AC ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം കണ്ണൂര്. 1,00,000 താഴെ ജനസംഖ്യയുള്ള കേരളത്തിലെ നഗരങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം വർക്കല. കാളി എന്ന കഥാസമാഹാര പുസ്തകം എഴുതിയത് അശ്വതി ശ്രീകാന്ത്. 2023 ഓടക്കുഴൽ അവാർഡ് ജേതാവ് N. ഗോപികൃഷ്ണൻ. സുഗതകുമാരിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള സിനിമയാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടത് S. ശ്രീകല. വണ്ടർലാൻഡ് ഓഫ് വേർഡ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ശശി തരൂര്. സംസ്ഥാന സർക്കാരിന്റെ OTT പ്ലാറ്റ്ഫോമാണ് സി സ്പേസ്. ഓക്കെ, അപ്പൊ നമ്മള് ഇന്നലെ 10 പഠിച്ചു, ഇന്ന് 10 പഠിച്ചു, 20 എണ്ണായിട്ടോ. ഒട്ടും ചെറുതായിട്ട് കാണരുതേ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലേക്ക് നമ്മളിത് എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. താങ്ക് യു.